6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ ടൂർ 9:30 സ്റ്റാർട്ട് ചെയ്തേ. ബസ്സിന് വെയിറ്റ് ചെയ്ത് ക്ഷീണം പിടിച്ച് ഞങ്ങളൊക്കെ കിടന്നുറങ്ങിപ്പോയി. പിന്നെ രാവിലെ എണീച്ചപ്പോഴത്തേക്കും രാജസ്ഥാനത്തെ സൺറൈസ് ഒക്കെ കണ്ട് എണീച്ചു. ഇപ്പം ഞങ്ങൾ ബിക്കാനീറിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബസ് ഇവിടെ കുറച്ചു നേരം നിർത്തിയതാ, ഫ്രഷ് ആവാനും പിന്നെ വേണമെങ്കിൽ വല്ല ചായയും കുടിക്കാൻ വേണ്ടിയിട്ട്. Guys, this is our classmates. Hi guys. Tata. പല്ല് തേച്ച് വാഷ്റൂമിൽ പോയി ബസ് കയറാം. പോകുന്ന വഴിയിൽ ആ സ്ട്രെച്ചിൽ മൊത്തം നമുക്ക് കാണാം സ്പ്രിംഗ്ലർ ഇറിഗേഷൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം പോകുന്ന വഴി മെയിൻ ക്രോപ്പ് മസ്റ്റേർഡ് ആണ്. അവർക്ക് താഴെ സോയിൽ നോക്കിയാൽ മനസ്സിലാവും ഫുൾ ഉണങ്ങി വരണ്ട ലാൻഡാണ്. അതുകൊണ്ട് തന്നെയാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഇവിടെ പിടിപ്പിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലാർജ് സ്കെയിലിൽ സ്പ്രിംഗ്ലർ ഉപയോഗിക്കുന്നത് കാണുന്നത്. നമ്മൾ പഠിച്ച സാധനം ശരിക്കും കാണുമ്പം അത് വേറൊരു ഫീലാണ്. ഇതുവരെ കാണാത്ത എന്തൊക്കെയോ സാധനങ്ങൾ മുന്നിൽ കാണാനുണ്ടെന്ന് ഹൈ എക്സ്പെക്റ്റേഷൻസ് വെച്ച് കണ്ടിന്യൂ ചെയ്യും. കുറച്ചുകൂടി മുന്നേ പോയപ്പം ഒരു ഏരിയ ഫുള്ള് സോളാർ പാനൽ വെച്ചിട്ടുണ്ടായിരുന്നു. വിൻ്റർ ആണെങ്കിലും പഞ്ചാബിൽ നിന്ന് രാജസ്ഥാനിൽ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര വെയിലായി. ആ ചൂടൊക്കെ കാരണം ഞങ്ങൾ എത്തിയിട്ട് ക്ഷീണിച്ചിരുന്നു. അപ്പോഴാണ് ബസ് ഒരു റിസർച്ച് സ്റ്റേഷനിലോട്ട് എടുക്കുന്നത്. ഞങ്ങളൊരു ഡ്രസ്സ് പോലും മാറ്റാതെയാണോ ഇവർ കൊണ്ടുപോകുന്നതെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായത് ബോയ്സിൻ്റെ റെസിഡൻസ് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, കോളേജ് ഓഫ് അഗ്രികൾച്ചറിൽ. ഞങ്ങൾ ഗേൾസിനെയും ബാക്കിയുള്ള കുറച്ച് ബോയ്സിനെയും കൂടെ വേറൊരു ബസ് കയറ്റിയിട്ട് സ്വാമി കേശവാനന്ദ രാജസ്ഥാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ റെസിഡൻസ് അറേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ഇവിടുത്തെ മെസ്സിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾക്ക് റൂം കിട്ടി. ഞങ്ങൾ അവിടെ പോയി ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയി. ഇപ്പം ഞങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടൊക്കെ പോവുകയാണ്. എവിടെയൊക്കെ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, സസ്പെൻസാണ്. കുറേ കഷ്ടപ്പാടുകൾക്ക് ശേഷം ഞങ്ങൾ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് ബസ്സിലിരിക്കാൻ പറ്റി. ഗേൾസിൻ്റെ റെസിഡൻസിൻ്റെ അടുത്തുള്ള ക്യാൻറ്റീൻ തന്നെയാണ് ബോയ്സും ഭക്ഷണം കഴിച്ചത്. ഞങ്ങളെല്ലാവരും 2 ബസ് കയറിയിട്ട് റിസർച്ച് സ്റ്റേഷനിലോട്ട് പോവാണ്. ഇന്റർനാഷണൽ ഹോസ്റ്റലാട്ടോ ഞങ്ങൾ താമസിച്ചത്. നമ്മൾ തെങ്ങ് വെക്കുന്ന പോലെ ഇവിടെ പന നട്ട് വെച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടല്ല, അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വേറെ ഗേറ്റിലോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ഇവിടെ വെള്ളമുണ്ട്, രാജസ്ഥാനത്തെ വെള്ളമാണ് ഈ കാണുന്നത്. ഞങ്ങളെ കൊണ്ടുവന്ന 2 സാറുമാർ, സന്ദീപ് സാറും രൂപ് കുമാർ സാറും പുറത്തിറങ്ങി റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറി. ഞങ്ങൾ രാജസ്ഥാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ബിക്കാനീറിലെത്താണ്. കോളേജിൻ്റെ ഉള്ളിൽ എക്സാംസ് നടക്കുകയാണ് ഇപ്പോൾ. നമ്മളോട് ഇവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബോയ്സ് ഹോസ്റ്റലിലെ റിപ്പോർട്ട് ഉണ്ടാക്കണോ? ആണല്ലേ. ഇവിടുന്ന് ഇൻസ്ട്രക്ഷണൽ ഫാമിലോട്ട് പോവാണ്. ഇത് ഇൻസ്ട്രക്ഷൻ ഫാമാ. ഇൻസ്ട്രക്ഷൻ ഫാമിൽ അവിടെ മസ്റ്റർഡ് ഉണ്ട്, ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്, ഇവിടെ നീമുണ്ട്, ഞാനുണ്ട്, വെങ്കിയുണ്ട്, ആർഷുണ്ട്, പിന്നെ മുന്നിൽ കുറെ പേര് നടക്കുന്നുണ്ട്. ക്യാമറമാൻ അർജുനോടൊപ്പം. മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാന്റ് പെത്തോളജി എത്തി. Can you please more? ठीक है, आँख बंद करो. अच्छा, अंदर से. मुझे रास्ता भी दिखा. हाँ, रास्ता दिखा रहा हूँ. अरे लाभ चैनल बैठे था नहीं एंटर है. रुक जा. अर्जुना. अच्छा, इसे. अरे रुक जा, वो गंदा पानी है, वो कुछ नहीं है. गंदा नहीं है, वो डिसइंफेक्ट. मैं देखा था, इसलिए मैं ऐसा जाने वाला था. अंदर जाने से पहले ना पैर इसमें धो के जाना पड़ेगा. हाँ, बहुत जरूरी है, जस्ट लाइक अ टेम्पलिंग. तुम भी ऐसे जाओगे? इसलिए मैं नहीं जाऊंगा ना अंदर. എനിക്ക് കൂടെ സ്ഥലമുണ്ടോ? ഇവിടെ ഞങ്ങൾക്ക് മഷ്റൂം കൾട്ടിവേഷനെ കുറിച്ച് ക്ലാസ് എടുത്തു തരാൻ പോവാണ് സാറ്. ഈ സാറ് ഞങ്ങളുടെ കൂടെ വന്ന സന്ദീപ് സാറിൻ്റെ ജൂനിയർ ആയിരുന്നു. അപ്പോൾ സാർ അതൊക്കെ പറയായിരുന്നു. ये अपना जो आप देख रहे हो बटन मशरूम, इसका साइंटिफिक नेम क्या होगा? बिसिस्पर्स. इसका साइंटिफिक नेम होगा. इसके अंदर अपना जो कंपोजिशन फैमिली है,
अपना उसके बाद में 15 days के ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഞങ്ങൾ കമ്പോസ്റ്റ് ബിറ്റിൻ്റെ അടുത്തോട്ടേക്ക് പോകുന്നില്ല. ഇതാണ് കമ്പോസ്റ്റ് ബിറ്റ്. അത് അതിൻ്റെ റോ മെറ്റീരിയൽസ് ആയിരിക്കും. അവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അശ്വിൻ യൂണിറ്റിലുള്ള ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളോട് യൂണിവേഴ്സിറ്റി നടന്ന് എക്സ്പ്ലോർ ചെയ്തോളാം പറഞ്ഞ് വുളൻ ക്ലോത്ത് ഇടണ്ടായിരുന്നു എന്നുള്ള ഒരു ചെറിയ കുറ്റബോധം ഇപ്പം എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റി വിസിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോവാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടി. और क्या है भाई राजस्थान में राजस्थान का दलदल गाइस सी द दलदल ऑफ राजस्थान वाओ അത്യാവശ്യം നല്ല ലഞ്ചായിരുന്നു. അത് ഞങ്ങൾ വരാന്തയിലൊക്കെ ഇരുന്ന് കഴിച്ച് ഇത്തിരി നേരം റെസ്റ്റ് എടുത്ത് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പ്ലാൻ ഇടാൻ കാരണം ഞങ്ങളോട് ടീച്ചേഴ്സ് പറഞ്ഞു രാജസ്ഥാനിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് വാ, രാത്രി 8 മണിക്കുള്ളിൽ തിരിച്ചു വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ ബിക്കാനീറിലുള്ള മാർക്കറ്റ് പോകാൻ തീരുമാനിച്ചു. ആദ്യം അങ്ങോട്ടേക്കൊക്കെ ഓട്ടോ കിട്ടുമോയെന്ന് സംശയമായിരുന്നു. കാരണം പുറത്തോട്ട് നോക്കുമ്പോൾ അങ്ങനെ ഓട്ടോ ഒന്നും കാണാനില്ലായിരുന്നു. പിന്നെയാണ് മെയിൻ റോഡ് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഓട്ടോസൊക്കെ നല്ല ഫ്രീക്വൻ്റ് ആയിട്ട് മാർക്കറ്റിലോട്ടേക്കുണ്ട്. അപ്പം ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ 8 ആൾക്കാർ മാർക്കറ്റിലോട്ട് വിട്ടു. ഓട്ടോ ഇറക്കിയെടുത്ത് ഒരു കുഞ്ഞ് ഗാർഡനും ഒരു വലിയ പോണ്ടും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 2 ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ മാർക്കറ്റിലോട്ട് നടക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 2-3 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പം ഓപ്പോസിറ്റ് ആ ഗാർഡൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഖാഗ്ര ഫോർട്ട് കാണാം. ഇവിടത്തേക്ക് പോകണമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട്, പറ്റുമോയെന്ന് അറിയില്ല. ഇവിടെ കുറേ ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓട്ടോ ഇറങ്ങിയപ്പോൾ തന്നെ ബിബിൻ സേട്ടൻ വീഡിയോ കോൾ ചെയ്തു. അപ്പം സേട്ടനെ രാജസ്ഥാൻ കാണിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഞങ്ങളിപ്പോൾ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. പക്ഷേ ചില ആൾക്കാർ നമ്മളോട് വന്നവർ മാർക്കറ്റിൽ പോകാതെ ഡയറക്റ്റ്ലി ഈ ഫോർട്ടിലോട്ടേക്കാണ് പോകുന്നത്. ഞായറാഴ്ച ഞാൻ എത്തും, വിളിക്കുകയും ചെയ്യും, വന്ന് കൂട്ടിയാൽ മതി. തിരിച്ച് പഞ്ചാബിൽ എത്തിക്കഴിഞ്ഞാൽ കൂട്ടാൻ വരാനുള്ള ഡീലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ട്രഡീഷണൽ രാജസ്ഥാനി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ. ഇപ്പം സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ കുറഞ്ഞ ഒരു മൈൽഡ് സൺലൈറ്റായി നല്ല സുഖമുണ്ട് ഇപ്പം നടക്കാനില്ല കൂടെ. ഇവിടെ എത്തിയപ്പം വേറെ ഓട്ടോയിൽ നമ്മുടെ കൂടെ ഉള്ളവർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ഗൗരവ്. जेठालाल का जलेबी फाफड़ा यहाँ पे मिलता है, जिसको भी पसंद है वो आके यहाँ से खा सकता है. ठीक है. और तुम जो खाए थे पकौड़ी, हाँ वो भी मिलता है. हाँ और जलेबी फाफड़ा, बहुत सारे स्वीट्स मिलते हैं, पेठा मिलता है. और आप राजस्थान का ये बीकानेर को एंजॉय कर सकते हैं. इतना भी नहीं बनाना कि सब लोग देखने लगे. कोई नहीं क्या करें. और कुछ बोलना है? यहाँ हैंडीक्राफ्ट मटेरियल्स मिलते हैं, लेडीज़ पे कढ़ाई किया हुआ वो सब, दुपट्टे ये सब होते हैं वो सब. हो गया. हाँ, एक ये दे दो, एक ये दे दो, ऐसे ही मिक्स करके दे दो. ഇവിടെ പഞ്ചാബിൽ കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ വെറൈറ്റിയും ഫ്ലേവേഴ്സും ഉള്ള പാനിപൂരി ഉണ്ട്. അപ്പം ഞങ്ങൾ അത് ട്രൈ ചെയ്തു. പാനിപൂരി ഫാൻ അല്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല, ബാക്കി എല്ലാവരും കഴിച്ചു. खाने पीने का उधर ही मिलेगा सारा, कुछ मिल जाएगा, रसगुल्ला मिल जाएगा. उधर शॉपिंग एरिया, उधर ये शॉपिंग एरिया. हाँ ठीक है. ഇവിടെ പാനിപൂരിൻ്റെ അടുത്ത് കണ്ട ഒരു മാമൻ നമുക്ക് എവിടെയാണ് കൂടുതൽ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞതും ഈ മാമന് മുന്നേ കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ ഫാമിലിയായിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്ത് ഈ മാർക്കറ്റിലൂടെ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് വീട്ടുകാർക്കും ഞങ്ങൾക്കൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഞങ്ങൾ ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രാജസ്ഥാനി ഐറ്റംസ് നോക്കി നടക്കുകയായിരുന്നു. ഒരു സ്ഥലം വരെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് അടിച്ച്, ഇനി മുന്നോട്ട് നടക്കണോ അല്ലെങ്കിൽ തിരിച്ചു പോകണോ. അങ്ങനെ തിരിച്ചു പോകാമെന്നുള്ളൊരു കൺക്ലൂഷനിലെത്തി ഞങ്ങൾ ഒരാളോട് വഴി ചോദിച്ച്. बाबूलाल रास्ता कौन सा है? इधर ही दूसरा वाला. नहीं वो वाला फोर्ट, हाँ किले वाला ये सीधा. ठीक है जी, ठीक है. और भुजिया लेना हो आपको, नमकीन. हाँ अगर आंध्रा ले जाना हो, वर्ल्ड का सबसे फेमस
ये जो इधर है ना, ये देखो ये बोर्ड लगा है विजयलाल बाबूलाल, ये सबसे अच्छा दुकान है. വഴി പറഞ്ഞു തരുന്നതിൻ്റെ കൂടെ അയാൾ ഫേമസ് ഭുജി എവിടെയാണ് കിട്ടുകയെന്നും കൂടെ പറഞ്ഞത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടൂടെ പോകാമെന്ന് തീരുമാനിച്ചു. പോകുന്ന വഴി ഞങ്ങൾ കണ്ടത് വേറെ തന്നെ ഒരു കാഴ്ചയാണ്. മെയിൻ മാർക്കറ്റിൻ്റെ നടുവ് കൂടെ ട്രെയിന് പോകുന്നു. ട്രെയിന് പോകുന്നെന്ന് പോട്ടെന്ന് ആയിരിക്കാം, പക്ഷേ ഇവിടെ ട്രെയിന് അവിടെ നിർത്തിയിട്ട് ഡ്രൈവർ ഇറങ്ങി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് കയറുക. ട്രെയിനെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ട്രെയിനിൻ്റെ എൻജിൻ മാത്രമേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ റോഡിൻ്റെ നടുവിലൊക്കെ ഒരു ട്രെയിൻ നിർത്തി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ഒരാളെ ഭുജിയ കിട്ടുമെന്ന് പറഞ്ഞൊരു സ്ഥലമില്ലേ, അങ്ങോട്ടേക്ക് തന്നെയാണ് ഈ ട്രെയിൻ ഡ്രൈവറും പോയത്. അപ്പം ട്രെയിൻ അവിടെ നിർത്തിയിട്ടു. ഞങ്ങൾ പോയി ഭുജിയ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇതാണ് ആ ഷോപ്പ്. ഇവിടെ ഭുജിയ മാത്രമല്ല ഇവിടുത്തെ ഫേമസ് അച്ചാറും കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ഈ ഭുജിയൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് എന്നിട്ട് മാമനോട് പറഞ്ഞ് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തരുമോ എന്നിട്ട് വാങ്ങാമെന്ന്. അങ്ങനെ അവർ ടേസ്റ്റ് ചെയ്യാൻ തന്ന സാധനം കഴിച്ചു നോക്കി. സാധാരണ പാക്കറ്റിൽ കിട്ടുന്ന ഭുജിയൻ്റെ ടേസ്റ്റ് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ വാങ്ങണ്ടെന്ന് തീരുമാനിച്ചു. ടേസ്റ്റ് ഉണ്ടോ? മലയു അല്ല അത്, മലയു അല്ല അത്, അല്ല മലയു ആണെന്ന് തോന്നുന്നു. എടാ അത് വെള്ളാപ്പം പോലെ ഉണ്ടാക്കുന്നതാണോന്ന് സംശയമുണ്ട്. പുറത്ത് വെച്ചൊരു സാധനം കണ്ടിട്ട് ഞങ്ങൾ മൂന്നാക്കും 3 അഭിപ്രായമായിരുന്നു. ഒരാൾ പറഞ്ഞു മലയാണ്, ഒരാൾ പറഞ്ഞു അല്ലാന്ന്, പിന്നെ ഒരാൾ പറഞ്ഞു മിൽക്കാണ്. എന്നിട്ട് അവിടുത്തെ ഷോപ്പ് കീപ്പറിനോട് ചോദിച്ച് ഒന്ന് വാങ്ങിയപ്പം ഇതായിരുന്നു സാധനം. മേലൊരു സോഫ്റ്റ് ക്രീമി ടെക്സ്ചറും താഴെ ഒരു ഹാർഡ് ടെക്സ്ചറുള്ളൊരു സാധനമായിരുന്നു. പിന്നെ ഫസ്റ്റ് ക്ലാസ് മധുരമായിരുന്നു. ഞങ്ങൾ വന്നവരോട് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അവർ പിടിച്ച ഓട്ടോനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കുറേ നേരം നിൽക്കേണ്ട ചേച്ചി വന്ന് ആ കസേലയിൽ ഇരുന്നു എന്ന് തമ്മുടു പറഞ്ഞു. ഞാൻ അയ്യോ വേണ്ടത് നമുക്ക് നിൽക്കാടാന്ന് പറഞ്ഞ് നിന്ന്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോയും കൊണ്ട് വന്ന് അങ്ങനെ ഞങ്ങൾ ഓട്ടോ കയറിയിട്ട് തിരിച്ച് ഞങ്ങൾ ഹോസ്റ്റലിലോട്ടേക്ക് പോവാണ്. അവിടെ നിന്ന് തന്നെയാണ് ബോയ്സിനും ഗേൾസിനും ഫുഡ്. അത് കഴിഞ്ഞിട്ട് ബോയ്സ് അവരുടെ റെസിഡൻഷ്യൽ സ്ഥലത്തോട്ടേക്ക് പോകും. പ്രൊഫഷണൽ വീഡിയോഗ്രാഫി കണ്ട് ഞെട്ടി നിൽക്കുന്ന ഓട്ടോ മാമനെയാണ് നിങ്ങൾ കാണുന്നത്. 2-3 പ്രാവശ്യം മാമന് സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഷേദി നന്ദപ്പൻ ആർഷയും കൊണ്ടുവന്ന് കേക്ക് കഴിച്ച് കിടന്നുറങ്ങാൻ പോവാണ്. അധികം ആരും ഇല്ല ഡോർമെട്രിയിൽ, എത്തിയിട്ടില്ല ആൾക്കാർ. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ താങ്ക് യു ഫോർ വാച്ചിങ്.